വാസുദേവൻ. അറിയാടോ, കാലം ഇഷ്യായില്ലേ താൻ തരുന്ന നിവേദ്യം ഉണ്ടാൻ തുടങ്ങിയിട്ട്. സാത്രി എന്തിനാ വാസുദേവ എല്ലാ ദിവസം ഇങ്ങനെ? ഇല്ലത്തേക്ക് കൊടുക്കായിരുന്നില്ലേ? ഇല്ലത്തേക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട്. പട്ടിണിയും പടച്ചോറുമായിട്ട് എത്ര കാലം എന്ന് വെച്ചിട്ട് എൻ്റെ ഭഗവതി. വരുന്നുണ്ടെങ്കിലോട്ട് വാ. എന്നിട്ട് പറയച്ചാ. രാക്ഷസൻ നോക്കുമ്പോ തന്റെ കോട്ടയ്ക്ക് മുമ്പിലുള്ള പൂന്തോട്ടത്തിൽ ചെടികളും മരങ്ങളും ഒക്കെ പൂത്തിരിക്കണു. ഇത് കണ്ട രാക്ഷസൻ സന്തോഷത്തോടെ കോട്ടയിൽ നിന്ന് ഇറങ്ങി തന്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. എന്ത് കാഴ്ച രാക്ഷസൻ കണ്ടത്? എന്താ രാക്ഷസൻ കണ്ട കാഴ്ച? രാക്ഷസന്റെ പൂന്തോട്ടത്തില് പൂത്തു നിൽക്കുന്ന പൂമരത്തണലിൽ കുറെ കുട്ടികൾ ഇങ്ങനെ ആടി പാടി കളിച്ചുല്ലസിക്കണോ. നല്ല രസമായിരിക്കും ആ പൂമരത്തണലിൽ കളിക്കാൻ. കുട്ടികൾക്ക് രസമൊക്കെ തന്നെയായിരിക്കും. പിന്നെ പക്ഷേ സ്വാർത്ഥനായ രാക്ഷസന് അത് ഒട്ടും പിടിച്ചില്ല. പിന്നെന്താ ചെയ്തെന്നറിയോ? അയാളൊരു മുട്ടം വടിയെടുത്ത് കുട്ടികൾ ആട്ടി ഓടിച്ചു. എന്നിട്ട് ആ പൂന്തോട്ടത്തിന്റെ മുമ്പിൽ വലിയൊരു ബോർഡ് എഴുതി വെച്ചു. എന്ത് ബോർഡ്? എന്ത് ബോർഡാ എഴുതി വെച്ചേ? അനുവാദമില്ലാതെ പൂന്തോട്ടത്തിൽ കടന്ന ശിക്ഷിക്കുന്നതായിരിക്കും. അയ്യോ. എന്നിട്ടെന്താ, രാക്ഷസൻ എഴുതി വെച്ച ബോർഡ് കണ്ട് പേടിച്ച് കുട്ടികൾ ആരും വരാതെയായി. ഇങ്ങനെ കുട്ടികൾ വരാതായപ്പോ ആ പൂന്തോട്ടത്തിലേക്ക് വസന്തവും വരാതെയായി. വസന്തത്തിന്റെ വരവ് നിലച്ചോടെ മരങ്ങളും ചെടികളും പൂക്കാതെയും കാക്കാതെയും വാടിക്കരിഞ്ഞങ്ങനെ നിന്നു. അപ്പോ കുട്ടികൾ അവിടെ ആടിപ്പാടി കളിച്ചോണ്ടാ അവിടെ വസന്തം വന്നത് അല്ലേ അച്ഛാ? അതേലോ. അപ്പോ വസന്തത്തിന് കുട്ടികളെ വലിയ ഇഷ്ടാ അല്ലേ അച്ഛാ? വസന്തത്തിന് എന്നെ ഇഷ്ടാവോ അച്ഛാ? വസന്തത്തിന് നിന്നെ മാത്രല്ല നിന്റെ അച്ഛനെയും വലിയ ഇഷ്ടാവും. എന്നിട്ട് അച്ഛനെയും മോളെ ഉടലോടെ ദേവലോകത്തിലെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകും. ആ ഉദ്യാനത്തിൽ എൻ്റെ മോള് റാണിയായിട്ട് വാഴുമ്പോ നീ രാക്ഷസിയായിട്ട് കരിഞ്ഞുണങ്ങി അങ്ങനെ നിൽക്കണ്ടാവും. വലിയ കണക്കായി പോയി. നിനക്ക് പഠിക്കാനൊന്നുമില്ല ലച്ചു? അതിന് നാളെ സ്കൂളൊന്നുമില്ലല്ലോ. എന്തിനും തറുതല പറഞ്ഞോളൂട്ടോ. കയറിപ്പൊടി മഞ്ഞോളാണ്ട്. അവളുടെ ഒരു വസന്തവും. ലച്ചു ലച്ചു ലച്ചു, അച്ഛന്റെ പെൻഷൻ കാശ് വന്നിട്ടുണ്ട്. നീ ആ കാശ് എടുത്തൊന്ന് കടയിൽ പോയിട്ട് വന്നേ. ലച്ചു, ഞാൻ പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ നീയെ? അച്ഛന്റെ കണ്ണ് പോലെ തന്നെയായോ നിന്റെ ചെവിയും? കേട്ടു. എന്താ പിന്നെ നിനക്ക് എണീറ്റ് പോയി ചെയ്തൂടെ? ATM പോയി പൈസ എടുക്കാം, പക്ഷെ കടയിൽ പോവില്ല. അതെന്താ? പോവില്ല, അത്ര തന്നെ. നീ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കുറിച്ചോണ്ടിരുന്നോ? എന്താന്ന് വെച്ചാ പറയേ. കുറെ നേരം ഞാൻ ഈ പേനയും പിടിച്ചോണ്ട് ഇവിടിരിക്കുന്നേ. നമ്മളെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മുടെ നാടിനെ കുറിച്ച് വല്ല വിവരം കിട്ടുമെന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് കിട്ടിയോ? ഓ, അതന്നെയല്ലേ നോക്കണേ. നമ്മുടെ ഈ നാടിന് ഒരു ചരിത്രമുണ്ടെന്ന് അച്ഛൻ പറയണേ. ചുമ്മാ പുളുവല്ല ലച്ചു, സത്യമായിട്ടുള്ളതാ. സംശയം ഉണ്ടെങ്കിൽ നീ അച്ഛനോട് ചോദിച്ചു നോക്ക്. ഇതേ വരും നിന്റെ അച്ഛൻ. ഇപ്പൊ തന്നെ സംശയം തീർത്തോ. അച്ഛാ, എന്താ രണ്ടുപേരും കൂടി ഒരു തർക്കം? അല്ലച്ചാ, ഇവൻ പറയാ ഈ നാടിന് വലിയ ചരിത്രമാണ് പോലും. അവൻ പറഞ്ഞത് നേരാ മോളെ. ഒരുമാതിരിപ്പെട്ട വലിയ ചരിത്രം തന്നെയാ നമ്മുടെ നാടിൻ്റെതേ. സാമൂതിരിയുടെയും ടിപ്പുവിൻ്റെയും ആക്രമണവും കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയുടെ ചെറുത്തുനിൽപ്പും
അങ്ങനെ കുറേയൊക്കെ ഉണ്ട് നമ്മുടെ നാടിന് പറയാനേ. അതൊക്കെ പറയണെങ്കിലേ നേരാവും. പിന്നെ ഞാൻ ആ കടയിലോട്ടൊന്ന് പോയിട്ട് വരാട്ടോ. അങ്കിളാ കടയിൽ പോണേ. അപ്പൊ ലച്ചുവോ? അവള് പോവില്ലാന്നാ പറയണേ. സഞ്ചിയും കാശും കൂട്ടുതാ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ഓനെ ആ വാങ്ങേണ്ട സാധനത്തിന്റെ ലിസ്റ്റും കാശും അതിലുണ്ട് ആ. കേട്ടോ. മോളെ, ചെങ്ങാതിമാരായ ഇങ്ങനെ വേണം. മോളെന്താ അമ്മയോട് ചുണ്ടി പിടിച്ചേ? ശുണ്ടിയോ? ആ, മോള് കടയിൽ പോവില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ കുട്ടിയെ, അമ്മ പാവല്ലേ? അമ്മയോട് വാശി പിടിക്കാവോ? അത് പിന്നെ അച്ഛാ, ആ കടക്കാരൻ ചീത്തയാ. ചീത്തയോ? എന്താ കുട്ടി പറയണേ? ചീത്തയോ? കടയിൽ ചെല്ലുമ്പോ അയാളുടെ ഒരു വഷളം പെരുമാറ്റവും അറപ്പ് എനിക്ക് അയാളെ. അത് പിന്നെ നീ ആ വിഷ്ണുവിന്റെ വീട്ടിൽ പോയിട്ട് TV മൊബൈലൊക്കെ കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങള് മനസ്സിൽ കയറ്റി വെച്ചോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ. സാരില്ല കുട്ടിയെ. ഇതെന്താ ട്രാഫിക് ആയിട്ട്? ഇന്നേ സ്കൂളിലെ ചരിത്ര സെമിനാർ ഉണ്ടായിരുന്നു. ആഹാ. ഞങ്ങളുടെ സ്കൂളിനായിരുന്നു ഫസ്റ്റ്. ആ. അച്ഛൻ പറഞ്ഞതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അങ്ങ് കാച്ചി. ടീച്ചർമാരും ജഡ്ജിമാരൊക്കെ അന്തം വിട്ടിരുന്നു. അച്ഛൻ എന്തിയമ്മേ? അച്ഛൻ കടയിൽ പോയി. നീ നോക്കണ്ട, ഞാൻ പറഞ്ഞതാ നീ വരുമ്പോ പൊക്കോളുന്ന്. കേക്കണ്ടേ? നീ എങ്ങോട്ടാ ലച്ചു ധൃതി പിടിച്ച്? വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ടീച്ചർ ഒരു കാര്യം അവനോട് പറയണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പതിവില്ലാതെ തിരുമേനിയാണല്ലോ പർച്ചേസിങ്ങിന് വന്നേക്കണേ. വല്ലപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ തോമാച്ച? എന്നിങ്ങനെ വീട്ടിൽ തളച്ചിരുന്നാ മതിയോ? തിരുമേനി ഇതാ പറഞ്ഞത് നേരാ. ആട്ടെ, മോളെന്തേ തിരുമേനി? അവള് പള്ളിക്കൂടത്തിന്ന് വരാറായോ? അതും കൂടി ഒന്ന് സൂചിപ്പിക്കാനാ ഞാൻ തന്നെ കടയിൽ വന്നതേ. പഴയ കാലല്ല തോമാച്ച, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണേ. തിരുമേനി എന്താ പറഞ്ഞു വരണേന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നുണ്ട്. അറിയില്ല എന്ന് തോമച്ച നടിക്കുക. എന്റെ കുട്ടിയെ തന്റെ കടയിൽ വരുമ്പോ താൻ അവളോട് അപമര്യാദയായി പെരുമാറിയെന്ന് അവള് സൂചിപ്പിക്കണ്ടായേ. എന്താ തോമാച്ചത്? തന്റെ പേരക്കുട്ടിയാവാൻ പ്രായല്ലേ അവൾക്കുള്ളൂ. തിരുമേനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുതട്ടാ. ഞാൻ പറയണതല്ല ആവശ്യമില്ലാത്തത്, താൻ ചെയ്യണതാ. എന്റെ കുട്ടി കളവ് പറയില്ല. ഞാൻ തന്റെ മോളെ എന്ത് ചെയ്തതോടെ പൊട്ടന്ന മുരി പറയണ? അതും കൂടി ഞാനങ്ങ് വിശദീകരിക്കണോ? ആ. തോമാച്ച, എന്റെ പുറം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എന്റെ അകക്കണ്ണും മാനും നഷ്ടപ്പെട്ടിട്ടില്ല. താനത് ഓർത്താ നന്ന്. എന്റെ കണ്ണിന്റെ കാഴ്ച മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളൂ അല്ലേ, മാനം നഷ്ടപ്പെട്ടിട്ടില്ല. തനിക്ക് ഞാനൊരു പണി തരാടോ. തിരുമേനി എന്താ പതിവില്ലാതെ കടയിലൊക്കെ? തിരുമേനിക്ക് പതിവില്ലാത്ത ചിലതൊക്കെ പറയാനുണ്ട് റജി. തോമാച്ച, സാധനങ്ങൾ എടുത്തുവോ? എടുത്ത്. എത്രയായി? 310. നിനക്ക് ഇതിലുള്ള പണി ഞാൻ തന്നിട്ടാ പോട്ടക്കണ്ണ. ഓ, എവിടെ പോയി? തോമാച്ച എന്തെന്നാ തിരയണേ? ഹൈ, മൊബൈല് കാണാനല്ലേ? വീട്ടിൽ നിർത്താ?
ഹ, എന്താ ഈ പറയണേ? ചിപ്സ് കടക്കാരന്റെ വണ്ടി ഒന്ന് മൊബൈലിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതല്ലേ? എന്നാ പിന്നെ ഇവിടെ പോയി തോമാച്ചൻ ബേജാറാവണ്ട. ഈ സാധനങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും കാണും. എന്താ ഇവിടെ എത്ര തിക്കും തിരക്കും? ഹൈ, എന്റെ മൊബൈൽ കാണാനില്ലെന്നേ. മൊബൈൽ കാണാനില്ലെന്നാ? അതിപ്പോ ഇവിടെ പോവാനാ? അത് ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ. ആരെങ്കിലും ആ നമ്പറിലേക്കൊന്ന് റിങ് ചെയ്ത് നോക്കിയേ. ഹൈ, ഇവിടെ കിടക്കണമെങ്കിൽ അറിയാലോ. എടാ റജിയെ, ആ മൊബൈലൊന്ന് റിങ് ചെയ്തടാ. മൊബൈൽ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അറിയാലോ. തിരുമേനി ആള് കൊള്ളാലോ. കണ്ണൂട്ടനാണേലും കക്കാനൊക്കെ നല്ല മിടുക്കല്ലേ. എടാ കൊള്ള തിരുമേനി. ദൈവദോഷം പറയാതടോ. എന്തേ? ഈ കണ്ണില്ലാത്ത ഞാൻ ഈ മൊബൈൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഓ, തനിക്ക് വേണ്ടേലും തന്റെ മോൾക്കും പെമ്പറൊന്നൊത്തേക്ക് ഉപയോഗിക്കാലോ. തന്റെ മോളുണ്ടല്ലോ കാന്താരി, അവിടുന്ന് 2 പ്രാവശ്യം റാഞ്ചാൻ നോക്കിയതാ. ഞാൻ കൈയോടെ പിടിച്ചു. കൊച്ചു കുട്ടിയല്ലേ എന്ന് വിചാരിച്ച്. ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം. കിടക്കണ പുറത്ത് കാട്ടൊക്കെ കഥാപ്രസംഗം പറയണോ? ഇയാൾ പറ്റി പോലീസിലേക്ക് തോമച്ചാ. അസലായോടോ തോമാച്ച, അസലായി. തന്നോട് ദൈവം ചോദിക്കോടോ. ദൈവം കുറെ ചോദിക്കും. തട്ടിപ്പാടത്, തട്ടിപ്പ്. അവന്റെ ഒരു കണ്ണുപൊട്ടലും അവന്റെ ഒരു വടിക്കുതും. ആ വടി പഠിച്ചോണ്ട് തലക്കടിക്കണം അവന്റെ. അവന്റെ കാക്കാൻ നടക്കല് കൊള്ളാൻ. നോക്കണ്ട. എന്താന്ന് വെച്ചാ പറഞ്ഞൂടെ? ലച്ചു, ലച്ചു, ഇതെവിടെ പോയി കിടക്ക ഈ അച്ഛനും മോളും? ഇതെന്തിരിപ്പിരിക്കണേ? സമയം ഇത്രയും നല്ല വിചാരമുണ്ടോ? അച്ഛനും മോക്കും അത്താഴം വേണ്ടാന്നുണ്ടോ? അത്താഴം കഴിക്കണം. ഉണ്ണാൻ വരുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നു. അമ്മേ, എന്തൊക്കെ മേടിക്കണ്ടേ? വേഗം ഒന്ന് പറയൂ. നീ ധൃതി പിടിക്കാതെ കുട്ടിയെ, ഞാനതൊന്ന് കുറിക്കട്ടെ. കുറിപ്പൊന്നും വേണ്ട. വാങ്ങേണ്ട സാധനങ്ങൾ അമ്മ പറഞ്ഞാൽ മതി, ഞാൻ ഓർത്ത് മേടിച്ചോളാം. ഓ, അവള് വലിയൊരു ഓർമ്മക്കാരി വന്നിക്കണു. നെഗളിക്കാതെ നീ ആ സഞ്ചി എടുത്തിട്ട് ഇതൊന്ന് വാങ്ങിയിട്ട് വാ.
കേസിൽ കടയുടമ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയ കടയുടമ അറസ്റ്റിൽ. ആലഞ്ചേരി ജംഗ്ഷനിൽ പലചരക്ക് കട നടത്തുന്ന പള്ളിപ്പറമ്പിൽ തോമാച്ചനാണ് ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രത്യേകം എടുത്തു നടത്തുന്ന കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. അനന്തര നടപടികൾക്കായി ഇയാളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. തോമാച്ചൻ പെൺവിഷയത്തിൽ വേണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടികളോടിങ്ങനെ ശരിക്കും അത് കേട്ടപ്പോഴല്ലോ ഞാൻ ഞെട്ടിപ്പോന്നതാണ്. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. തനിക്കവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അവനെ കണ്ടാലറിയില്ലേ, അവൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അറിയാം. എനിക്ക് ഇതല്ല സംശയം, ഇത്ര കൃത്യമായിട്ട് ഇവനെ ആരോപപ്പെടുത്തിയതെന്നാ. വളരെ ആസൂത്രിതമായി മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കൃത്യമായ ഡിജിറ്റൽ തെളിവോടെയാണ് അവനെ പൊക്കിയിരിക്കുന്നത്. പണ്ടത്തെ പോലെയൊന്നും അല്ലടോ, ഇത് ഡിജിറ്റൽ യുഗമാണ്. മാത്രമല്ല മുമ്പത്തേക്കാളുപരി കുട്ടികൾക്കെതിരെയുള്ള ഇമാതിരി ലൈംഗികരിക്രമം തടയാൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പോലുള്ള സംവിധാനം ഇവിടെയുണ്ട്. ലച്ചു, നീ ആ സെമിനാറിൽ പറഞ്ഞ ചരിത്രത്തിന്റെ കാര്യമൊക്കെ നിനക്കറിയോ? അതിന്റെ ബാക്കിയുള്ള ശരിക്കും കഥ നിനക്കറിയോ? ഓ ശരിക്കും ശരിക്കും പുളു. പീഡനത്തിനിരയാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർഷം തോറുമേറി വരികയാണ്. 4586 പോക്സോ കേസുകളാണ് 2022 നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിലും എത്രയോ ഇരട്ടി കേസുകൾ ഭയം മൂലമോ സമൂഹത്തിൻ്റെ ധാർമ്മിക പിന്തുണ ഇല്ലാത്തതുമൂലമോ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പീഡനത്തിനിരയാകുന്ന ബാല്യങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരു പൗരധർമ്മം എന്നുള്ള നിലയ്ക്ക് മടിക്കാതെ 1098 എന്ന നമ്പറിൽ അറിയിക്കണം. വിവരം നൽകുന്ന ആളുടെ ഐഡൻറ്റിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കും. ഈ സാമൂഹ്യ വിപത്തിനെ നേരിടുന്ന യജ്ഞത്തിൽ മടിക്കാതെ പങ്കാളിയാകണം. കാരണം ഒരുപക്ഷേ നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞായിരിക്കാം